വലിയ മാർജിനിൽ സീറ്റുകൾ നേടി അധികാരം പിടിക്കാൻ UDF തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നീക്കങ്ങളാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ UDF നടപ്പിലാക്കാൻ പോകുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ മാസ്റ്റർ പ്ലാനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. വെൽക്കം ടു ദ ഡെയിലി ഷോ. കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ 2011 മുതൽ തുടർച്ചയായി 3 തവണ പരാജയം നേരിട്ട മണ്ഡലങ്ങളെ C കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയാൽ ഈ മണ്ഡലങ്ങളിൽ വിജയം നേടാമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലം അത്തരമൊരു C കാറ്റഗറി മണ്ഡലമാണ്. അവിടെ ഒരു അപ്രതീക്ഷിത നീക്കത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. 1991 മുതൽ 2011 വരെ തുടർച്ചയായി 20 വർഷക്കാലം കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവായി തോമസ് ചാഴിക്കാടൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. എന്നാൽ 2011 മണ്ഡലം പുനർനിർണയിച്ചപ്പോൾ കുമരകം, തിരുവാർപ്പ് തുടങ്ങിയ CPM ശക്തി കേന്ദ്രങ്ങൾ ഏറ്റുമാനൂരിൻ്റെ ഭാഗമായി. ഇതോടെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറിമറിഞ്ഞു. 2011 2016 മുൻ MP സുരേഷ് കുറുപ്പ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കൈകളിലെത്തിച്ചു. 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിലെത്തിയപ്പോൾ സുരേഷ് കുറുപ്പ് മാറി നിന്നു. അന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ മത്സരിക്കുകയും UDF സ്ഥാനാർത്ഥിയായ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രിൻസ് ലൂക്കോസിനെ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് റിബലായി മത്സരിച്ച ലതിക സുഭാഷിന്റെ സാന്നിധ്യവും BDJS അപ്രതീക്ഷിതമായി പിന്മാറിയതും വാസവന്റെ വിജയത്തിന് ആക്കം കൂട്ടി. ഇപ്പോൾ ഏറ്റുമാനൂരിൽ ജോസഫ് ഗ്രൂപ്പിന് മുൻപത്തെ പോലെ സ്വാധീനമില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് ഇപ്പോഴുള്ള നീക്കം. ജോസഫ് ഗ്രൂപ്പ് ഇതിനകം സമ്മതം മൂളിയതായും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷിന്റെ പേരാണ് സജീവമായി ഉയർന്നു കേട്ടിരുന്നത്. KPCC സെക്രട്ടറിയും INTUC കോട്ടയം ജില്ലാ അധ്യക്ഷനുമായ ഫിലിപ്പ് ജോസഫും സീറ്റിനായി കരുക്കൾ നീക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇവരെയെല്ലാം മാറ്റി നിർത്തി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഏറ്റുമാനൂരിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നത്. ഈ സ്ഥാനാർത്ഥിക്ക് ഒരു സെലിബ്രിറ്റി പദവി ഉണ്ടെന്നത് ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ്. ആരാണ് ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി?